ഈ ഭൂമിയിൽ ഒരമ്മയ്ക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, അതും സ്വന്തം മക്കളിൽ നിന്ന്. അത് തന്നെയാണ് എനിക്ക് ആദ്യം പറയാനുള്ളൂ. ഷാജിദ ഷാജി, എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാനിവിടെ ഒരുപാട് വിഷമത്തോടെയാണ് ഈ വീഡിയോ കണ്ടു തീർത്തത്. ഒരു മകൾ സ്വന്തം ഉമ്മാന്റെ ഷെഡ്ഡി ഡാൻസ് പുറത്തു വിടുന്നു. സത്യം പറഞ്ഞ എന്തുപാടെ അവസ്ഥ എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. എന്നാൽ ഷാജിദ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. കുറച്ചു ദിവസം മുന്നേ ഉമ്മാന്റെ ഷെഡ്ഡി ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഡാൻസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിലെന്നാലൊന്നും കണ്ടില്ല. എന്നാൽ ഇന്നലെ ഷാജിദ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഫുള്ള് ഞാനിവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ആ ഉമ്മാനെ ഞാൻ എന്തിനു ചെളികാരി അടിക്കണം, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ചെറിയൊരു ഡാൻസ് മാത്രമാണ് ഞാൻ ആദ്യം കൊടുത്തത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു മക്കളും ഇങ്ങനെ സ്വന്തം ഉമ്മാന്റെ അടുത്ത് ഒരിക്കലും ചെയ്യരുത്. ഒരു മക്കളും എത്രയൊക്കെ വൈരാഗ്യം, എത്രയൊക്കെ ദേഷ്യം ഉണ്ടായാലും പെറ്റ വയറിനോട് ഈ ഒരു തന്തയില്ലാത്ത പരിപാടി കാണിക്കരുത്. ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. ഷാജിദ, നീ കാണിച്ചിട്ടുള്ള ശുദ്ധ പോക്കൃത്തനമാണ്. നീ നിന്റെ ഉമ്മാക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു സമ്മാനമാണ് നീ കൊടുത്തിട്ടുള്ളത്. നീ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ആയി തീർന്നു കഴിഞ്ഞാലും അതിനൊന്നും ഒരു അർത്ഥമില്ല. സ്വന്തം ഉമ്മ എങ്ങനെയുള്ള സ്ത്രീ ആയിക്കോട്ടെ, നിന്നെ ചിലപ്പോൾ നോക്കിയില്ല, എന്ത് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായിക്കോട്ടെ, എന്നാലും നീ അവർക്ക് കൊടുത്തിട്ടുള്ള ഈ സമ്മാനത്തിന് നീ കണക്ക് പറയാതെ ഈ ഭൂമിയിൽ നിന്നും പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ അവര് തന്ന പാലും കുടിച്ചാണ് നീ വളർന്നത്, നീ ജീവിച്ചതും. നീ ജനിച്ചതിന് ശേഷം നിന്നെ അവരെ നോക്കിയത്. ഓക്കെ, ഇനി ജനിച്ചതിന് ശേഷം നിന്നെ നോക്കിയില്ലെന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നീ ഈ കാണിച്ചിട്ടുള്ളത് ശുദ്ധ പോക്കൃത്തനമാണ്. നിന്നെ അവരെ നോക്കിയില്ലെന്നോ നിന്നെ സ്നേഹിച്ചില്ലെന്നോ പറഞ്ഞ് വേണമെങ്കിൽ നിനക്ക് അവരെ ഇട്ടേച്ച് പോവാം, അതും തെറ്റാണ്. എങ്കിലും ഞാൻ പറയുന്ന, പക്ഷെ ഇത് നീ അവരോട് കാണിച്ചിട്ടുള്ള തന്തയില്ലാത്ത പരിപാടി തന്നെയാണ്. അതിന്റെ അപ്പുറം വേറെ ഒന്നും എനിക്ക് നിന്നെ പറയാനില്ല. അമ്മാതിരി പോക്കൃത്തനമാണ് നീ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരിക്കലും ഒരു മകൾ ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവളും അവനൊന്നും മകനും മകളും ഒന്നും അല്ലടേ. നിനക്ക് 2-3 മക്കൾ വരുന്നുണ്ടല്ലോ വളർന്ന്. നാളെ ആ മക്കൾ ഇതുപോലത്തെ കാര്യം ചെയ്യുമ്പോഴേ നിനക്ക് ഈ വിഷമം മനസ്സിലാകത്തുള്ളൂ. പെറ്റ വയറിന് ആ വിഷമം മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ ഇതേ സിറ്റുവേഷനിൽ നീ നാളെ നിൽക്കണം. നീ നിന്നാൽ മാത്രമേ നിനക്കത് മനസ്സിലാവത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം നിനക്കത് മനസ്സിലാവില്ല ഷാജിദ. ഇന്നത്തെ ചോരത്തളപ്പിൽ നീ കാണിക്കുന്ന ഈ പരിപാടിക്ക് നാളെ ഒരു ദിവസം നീ കണക്ക് പറയും. അത് നിയമത്തിന്റെ കോടതിയിലല്ല, ദൈവത്തിന്റെ കോടതിയിൽ നീ കണക്ക് പറയും. ഷാജിദ, ഈ കാണിച്ചത് ഇത് പോക്കൃത്തനമാണ്. ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു, വളരെ അധികം മോശം. നീ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതേ ഷെഡ്ഡി ഡാൻസ് ഇട്ടിട്ട് നീ മുക്കിയായിരുന്നു. അതും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് കണ്ടില്ല. ഇട്ട് 1 മിനിറ്റിനകത്ത് നീ ഈ ഡാൻസ് മുക്കി. 5-6 പേര് മാത്രമേ കണ്ടുള്ളൂ അന്ന്. ആ കണ്ടതിൽ ഒരാളാണ് എന്നോട് പറഞ്ഞത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഷാജിദ, ചെയ്യുന്നത് പോക്കൃത്തനമല്ലേ? ഇന്നലെ ഞാൻ മറ്റൊരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. നിന്റെ ഉമ്മ നിന്നെ പറ്റി പറയുന്ന 10-20 മിനിറ്റോളം ആ സാധനമുണ്ട്. ഞാൻ കേട്ട് കണ്ണും തള്ളിയിരുന്നു. സത്യം പറഞ്ഞു, നീ കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ പോക്കൃത്തനും അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. പിന്നെ വേറുള്ള പരിപാടികളും ചെയ്ത് എന്തെല്ലാം ഞാൻ ചെയ്ത ഉള്ള ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഞാൻ അതിന്റെ ഉള്ളിൽ കയറി എന്നെ പെട്രോൾ വെച്ച് കത്തിക്കും അത്ര. എന്ത് പറഞ്ഞിട്ടാ കുട്ടിയെ ഞാൻ അതിന്റെ ഉള്ളിൽ കയറി കിടക്കുക. ഞാൻ ഇത്ര കാലം ഞാൻ തെണ്ടിച്ച് ഞാൻ 18 വയസ്സ് തുടങ്ങിയ പണിയെടുക്കലാണ്. അന്ന് കാലത്ത് ഞാൻ എന്റെ വാപ്പാനെയും ഉമ്മാനെയും അനിയന്മാരെയും നോക്കാൻ വേണ്ടി അന്ന് പണിയെടുത്തു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് 2-3 മക്കളായി അതുകളുടെ തെടിച്ച് നോക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പണിയെടുത്തു. എനിക്ക് 60 വയസ്സാവാനായി. ഇപ്പോഴും ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇവൾക്ക് കണ്ടമാനം പാടുണ്ട്, ഇവൾക്ക് കണ്ടമാനം പാടാൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ അവള് ഉത്തരം എന്താ പറയുന്ന അറിയോ? ഇപ്പൊ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ട് ഇവിടെ കേസ് വിളിച്ചിട്ട് പോയിട്ടില്ല, അങ്ങോട്ട് വിളിച്ചിട്ട് പോയിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും ഞാൻ പാലക്കാട് പോയി കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. ഇവിടെ പോയിട്ടില്ല. ഇനി പാലക്കാട് ഞാൻ കൊടുക്കാന്നുള്ള ഉദ്ദേശമാണ്. പാലക്കാട് കൊടുത്ത് നമുക്ക് ഇതിനൊരു വഴി, നമുക്ക് ജീവിക്കണ്ടേ? എന്ന് നമുക്ക് ഇപ്പൊ ഇങ്ങനെ ആരുടെങ്കിലും ഉമ്മർത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഒരു എന്റെ അനിയത്തി തന്നെയാണ്. എന്റെ അനിയത്തിയെ സൗകര്യം ഇല്ലാണ്ട് ഇരിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് 2 ആൺകുട്ടികളുണ്ട്, അവളുടെ മാപ്പിളുണ്ട്, അവളുണ്ട്. അതിന്റെ ഇടയിൽ ഞാനിപ്പോ വന്ന് ഇരിക്കുന്നത് ശരിയില്ലല്ലോ. എത്രയായാലും നമ്മുടെ വീട് തന്നെയല്ലേ. ഇത്ര കാലം ഞാൻ 10-35 കൊല്ലായി കുട്ടി ആ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട്. ഇന്ന് വരെ ഞാൻ ഒരാളോട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുമില്ല, പറഞ്ഞിട്ടില്ല, കാട്ടിയിട്ടുമില്ല. ഇവൾക്ക് ഇപ്പൊ ആ വീട് കിട്ടണം. ഇപ്പൊ എന്താ ലാസ്റ്റ് ഇതെന്താ ഇപ്പൊ അവള് പറയുന്നതെന്നറിയോ? അവൾക്ക് 2 ലക്ഷം ഞാൻ കൊടുക്കാണ്ടത്ര. ആ 2 ലക്ഷം പോയിട്ട് ഒരു 2 പൈസ ഞാൻ അവൾക്ക് കൊടുക്കാനില്ല. പിന്നെ ഒരു കാര്യം, അവിടെ എനിക്കൊരു കാതിലേക്ക് ഇതിലടക്കി അവിടെ അങ്ങനെ നോക്കിയതല്ലേ. അപ്പൊ അവിടെ ഒരു കാതിലേക്ക് ഒരു സ്റ്റഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്റെ കാതിൽ ഒരു സ്റ്റഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റഡ് 1/2 പവന്റെ സ്വർണ്ണമാണ്. ആ 1/2 പവന്റെ അവള് കൊണ്ടേ വിറ്റു. അവളുടെ മാപ്പിളെ അവളും കൂടി വള പണയം വെക്കുന്ന സമയത്ത് ഇവിടെ എന്റെ കാതിൽ തൂരി കൊണ്ടേതാണ്. എന്നിട്ട് ഇവിടെ എന്ത് പറഞ്ഞു? ഉമ്മ, ആ കാതിൽ വീണ് പോയി, കാണാല്ലേ. അതെങ്ങനെ വീണ് പോവോ?
ഒരു വളയും 2 കാതിലത്തെയും കൂടി വെച്ചാ അതെങ്ങനെ വീണു പോകും? എന്റെ ആങ്ങളെ എനിക്ക് വാങ്ങിച്ചു തന്ന കാതിലത്തെ. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ കാതിലിട്ടിട്ടില്ല, ഊര് അന്വേഷിച്ച് ഇട്ടിട്ടില്ല. അങ്ങനെ അവർക്ക് പണയം വെക്കാൻ കൊടുത്താൽ ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഞാൻ കാതിലേക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, കയ്യിലേക്ക് മോതിരം വാങ്ങിക്കൊടുത്തു. ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ അരപ്പാവിന് ഇങ്ങോട്ട് തന്നോട്ടെ. എന്റെ അരപ്പാവിന്റെ കാതിലത്തെ ഇങ്ങോട്ട് തന്ന ഞാൻ ഈ കാതിലത്തെ അങ്ങോട്ട് കൊടുക്കില്ല എന്നേം പറയില്ല. പക്ഷെ എനിക്ക് അവിടെ ഇരിക്കണം കുട്ടി, എനിക്ക് അവിടെ ഇരിക്കണം. ഇത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരും. എനിക്ക് അതോ വേണ്ടുള്ളൂ. എനിക്ക് അവിടെ കയറിയ ഇവരെന്താ പറയുന്നത്? ഇപ്പൊ ഞാൻ ഇതിൽ ഇടയ്ക്ക് പോയിട്ട് ഇവർക്ക് വേണ്ട ആവശ്യമുള്ളത് 2 അലുമിനിയം കുടം, ഞാൻ വലിയ അലുമിനിയം കുടങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം എനിക്ക് അടുത്ത വിടുന്ന വേണം വെള്ളം കൊണ്ടുവരാന്. പിന്നെ ഇവിടെ വെള്ളം പെരുമാറുക, കറണ്ട്, വെള്ളം ഇതെല്ലാം ഞാൻ കാശ് കൊടുത്തെടുത്താണ്. ഞാൻ 8000 ഉറുപ്പിക കൊടുത്തിട്ട് വെള്ളം എടുത്തതാണ്. ആ വെള്ളത്തിലാണ് അവള് പെരുമാറുന്നത്. ആ വെള്ളം ഞാൻ പോയി പിടിച്ചിട്ട് അവിടെ പൈപ്പ് എൻ്റെ ഓസ് വാങ്ങി വലിച്ചെറിഞ്ഞു, ബക്കറ്റ് വാങ്ങി എൻ്റെ വലിച്ചെറിഞ്ഞു, വെള്ളം വാങ്ങി ഒഴിച്ചു കളഞ്ഞു. ഞാൻ രാവിലെ പല്ലി വെച്ച് മോറ് കഴുകാൻ പോയപ്പോ ഇതൊക്കെ ചെയ്തു. എന്റെ സ്വർണം കൂടി തരുന്ന സമയത്ത് ഞാൻ ഇതിലൊക്കെ സമ്മതിക്കുള്ളൂ, അല്ലാണ്ട് ഈ വീട്ടിലൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. സത്യം പറഞ്ഞാൽ ഇവരുടെ ഫുൾ വോയിസ് കേട്ട സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതിന് മാത്രം എന്താണ് ഈ ജീവിതത്തിൽ തെറ്റ് ചെയ്ത ഇങ്ങനെ ഒരു ശാപം വന്ന് തലേ വീഴാനെന്ന് ഞാൻ ആലോചിച്ചു. അതുപോലെ ഷാജിദയുടെ വേറൊരു ക്വാളിറ്റി സാധനമുണ്ട്. എല്ലായിടത്തും പോയി നിന്നിട്ട് ഞാൻ യൂട്യൂബറാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച് പറയും. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ലൈവ് ഇട്ടപ്പോൾ ഞാൻ യൂട്യൂബറാണ്, ഓട്ടോയ്ക്കകത്ത് കയറി ലൈവ് ഇട്ടപ്പോൾ ഞാൻ യൂട്യൂബറാണ്. നാണക്കേട് ഉണ്ടാക്കരുത്. മാന്യമായിട്ട് അല്ലാതെ വീഡിയോ ചെയ്ത് ജീവിക്കുന്ന ബാക്കി യൂട്യൂബേഴ്സിനും കൂടി. പിന്നെ വേറൊരു കേസ്, യൂട്യൂബിൽ എന്ത് തോന്നിവാസവും സ്വന്തം തള്ളയടക്കം വാരിച്ചെളി അടിക്കുന്ന ടീംസിന് ഒരിക്കലും യൂട്യൂബർ എന്ന് പറയില്ല. അത് വേറൊരു സത്യമാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇതുപോലത്തെ കഞ്ഞി പരിപാടി ചെയ്യുന്നതെന്നല്ല യൂട്യൂബർ എന്ന് അറിയപ്പെടുന്നത്. കേട്ടോ ഷാച്ചി ഒന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. എന്തെങ്കിലും അപരാധങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് ഞാൻ യൂട്യൂബറാണ് കോമഡി പറയാതെ. പിന്നെ ആ തള്ളയുടെ അവസ്ഥ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇന്നലെ ഓട്ടോക്കകത്ത് കയറി എന്നുള്ള ഒരു മാസ്മരീനെ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം. വന്ന് ഇങ്ങനെ വായി തോരാണ്ട് സംസാരിച്ച് പൈസ ഉണ്ടാക്കണമെങ്കിൽ അത് ഒരു വയറല്ലടാ, 6-7 വയറ് 2 വർഷം പോറ്റിടാ. ആ 7ാമത്തെ വയറാണ് ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഇനിയിപ്പൊ 6 വയറ്, ഒന്ന് എന്നെയും ചേർത്തിട്ടാണ് 5 വേറെ വയറ്, അങ്ങനെ 6 വയറ് പോറ്റുന്ന ഒരു സ്ത്രീയാടാന്ന് ഞാനേ. അപ്പൊ എനിക്ക് ദണ്ണുണ്ടാവും മോനെ. എന്താ ചെയ്യാ? പിന്നെ വട്ട് എനിക്കാണോ നിങ്ങൾക്കാണോ അതോ ഈ പറയുന്നവളുമാർക്കാണോന്ന് തെളിവുകള് നമ്മളുടെ അടുത്ത് ഉണ്ടല്ലോ അല്ലെ? ഈ പറയുന്ന ആൾക്കാർക്കൊന്നും വട്ടുണ്ടല്ലോ അല്ലെ? ഈ കുട്ടികൾക്കൊന്നും. എനിക്ക് വട്ടാണ്, എനിക്ക് ഇക്ക മരിച്ച മുതൽക്ക് വട്ടാണ്. അത് എന്താ പറയാൻ പറ്റില്ല, ഭ്രാന്തായതാണ്. കാരണം എന്റെ ഉപ്പാനെ ഭ്രാന്തനാക്കിയ പോലെ എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നടക്കണില്ല. ഭ്രാന്തിയാക്കി മുക്കിലിരുത്താന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നടക്കാത്തോണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. ഒന്നിലും എടീ ഷെരീഫ വിജയം കാണില്ലടി ഷെരീഫ. കാരണം നീ കണ്ട ജ്യോത്സ്യന്മാരുടെ കണ്ടവന്മാരുടെ അകത്തിനുള്ളിൽ കിടന്നുണ്ടാക്കണതല്ലടി ഷാജി എന്ന് പറയുന്ന വ്യക്തി 5 നേരം നിസ്കരിച്ച് പടച്ചോനോട് തേടി രാവിലെ തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ച് എന്നിട്ടാടി ഞാൻ പുറത്തിറങ്ങുന്നത്. നിന്നെ പോലെ കൺവെൻഷൻ പൗഡർ ഇട്ടിട്ടല്ലേടി നാറി ഞാൻ പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ നിന്റെ പോലെ ദസ്വിയും കൈപ്പിടിച്ച് 6:30 ഇട്ട സീരിയല് 7, 7:30, 8, 9, 10, 11 വരെ കാണുന്നവളല്ലടി ഞാൻ നാറി ഷെരീഫ. നീ ദിക്റും സലാത്തും ചൊല്ലിയിട്ട് പടച്ചോന്റെ അടുത്ത് എത്തില്ലടി. അതെങ്ങനെയടി സീരിയലിന്റെ അകത്തിനുള്ളിലേക്കാടി അത് എത്തുക? അതുപോലെ തന്നെ നിന്റെ കൂട്ടായി നിനക്കേ വിവരമില്ലടി ഷെരീഫ. നിന്റെ കൂടെയുള്ള അനുയായികൾക്ക് അതൊക്കെ തീരെ ഉണ്ടാവില്ല. കാരണം ഉണ്ടല്ലോ, കൂടെ കഴിയണ ഒന്നും നല്ല ആൾക്കാരല്ല. അതുകൊണ്ട് അവളുമാർക്കും വിവരം ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവുക? അപ്പൊ നമ്മള് പറയുമ്പോ നമ്മള് പൊട്ടത്തിയാവും, വേറുള്ളവളാവും. നീ തന്നെ വിജയിക്കോടി ഷെരീഫ. കാരണം എന്താന്നറിയോടി നാറി, നിന്റെ വാപ്പാന്റെ മണ്ണ്, നിന്റെ പുത്താണിക്ക ഉണ്ടാക്കി വിട്ട മണ്ണുണ്ട്, നിന്റെ ആങ്ങളാർക്കും നിനക്കുണ്ട്. അതുപോലെ തന്നെ നീ ആയിട്ട് നിന്റെ കെട്ടിയോനായിട്ടുള്ള എന്റെ തന്തിയും എനിക്ക് ഉണ്ടാക്കി തന്ന. നീ എന്ന തള്ളാന്ന് പറയുന്ന നടക്കണ നാറി നീയും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തന്നെ അലഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയടി. കാരണം നിന്റെ തന്ത കണ്ടവന്മാരെയൊക്കെ പിടിച്ചു പറ്റിച്ച് പറിച്ച് കുറെ ഏക്കർ കണക്കിന് ഉണ്ടാക്കി. വെളാപ്പ മൂത്തപ്പമാരൊക്കെ അവരൊക്കെ എന്താ പറയാ പാരമ്പര്യമായിട്ട് നിനക്ക് മുതലുള്ളവിടെ അല്ലടി. നമ്മൾ അങ്ങനെ അല്ലടി. നമ്മുടെ വാപ്പ പട്ടനായതുകൊണ്ട് മുതലൊന്നും ഉണ്ടാക്കി തന്നില്ല. 3 എണ്ണത്തിന് ഉണ്ടാക്കി വിട്ടെന്ന് തന്ന ഓടി. തള്ളന്റെ കേസ് ഇങ്ങനെ. ഈ തള്ളയൊക്കെ 15 കൊല്ലം ഞങ്ങൾ എടി നീ ഉണ്ടാക്കി പാല് സ്വന്തം തന്ത മക്കളുണ്ടാക്കിയ ആ ഒരു സാധനം വരെ വിളിച്ചു പറയുന്ന ഷാജി. പിന്നെ വേറൊരു കേസ് ഞാനൊന്ന് ചോദിക്കട്ടെ ഷാജിദ ഷാജി.
ഈ സ്വന്തം ഉമ്മാനെ ഇങ്ങനെ ചെളിവാരി അടിച്ച് ഈ കിട്ടുന്ന പൈസ കൊണ്ട് നിനക്ക് ഉതവുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സ്വന്തം ഉമ്മാനെയൊക്കെ ഇങ്ങനെ വാരി അടിച്ച് കുണച്ച് ജീവിക്കുന്ന ആ ജീവിതം. പിന്നെ ഓട്ടോക്കാരന്റെ അവസ്ഥയാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത്. ഏത് നേരത്തോ എന്തോ ഇങ്ങനെ ഒരു ഓട്ടം കിട്ടിയെന്നായിരിക്കും അവൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സാധനത്തിൽ കൂടിയാണ് അവൻ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ അവസ്ഥ അവൻ ആലോചിക്കുകയായിരിക്കും, എന്ത് തേങ്ങയുടെ അവിടെ നടക്കുന്നത്, ഇത് മറ്റേ പാട്ട് പാടണം, മാപ്പിള പാട്ട് പോലത്തെ പാട്ട് പാടുന്ന ആ ഒരു ടൂൺ പിടിച്ചിട്ടാണ് ആ ഒരു സെറ്റപ്പിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാ ഷാജിദേ, ഇങ്ങനെ ഒരു മകൾ പിറന്നതാണ് ആ അമ്മയുടെ ശാപം. ഒരു സമയത്ത് നിനക്ക് ഒരു റീച്ചും ഒരു കോപ്പും ഇല്ലാതെ ഇരുന്ന സമയത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറെ പേര് എടുത്തു വെച്ച് ചെയ്താണ് അവസാനം നിനക്ക് റീച്ച് കിട്ടിയത്. എന്നാൽ ആ റീച്ച് കിട്ടിയതിന് ശേഷം നീ ആ റീച്ചിനെ വെച്ചും കൊണ്ട് സ്വന്തം കുടുംബത്തിനെ ചെളിവാരി അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു അപരാധിയായി മാറി, അങ്ങനെ ഒരു അപരാധത്തിലൂടെ കടന്നുപോയി വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ പോകുന്നു. ഇനി നിന്റെ മക്കള് ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ആ പിള്ളേരുടെ അടുത്ത് കൂട്ടുകാരായിട്ടുള്ള കുട്ടികളൊക്കെ പറയും, നിന്റെ അമ്മ എന്താടാ ഇങ്ങനെ, നിന്റെ ഉമ്മ എന്താടാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ പിള്ളേർ ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ പല പല കാര്യങ്ങൾ ആ പിള്ളേർ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് പോകും, അവസാനം അതിന്റെ നാണക്കേടും നാറ്റപ്പേരും ആ മക്കൾക്കായിരിക്കും. നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ ഇത് ഭാവിയിൽ ഉറപ്പായിട്ടും നിന്റെ മക്കളായിരിക്കും ഫേസ് ചെയ്യുന്നത്. 5 മക്കളുണ്ടെന്ന് പറയുന്നില്ലേ, ആ മക്കൾ നാളെ നിന്നെ തള്ളിപ്പറയുന്ന ഒരു കാലം നിനക്കുണ്ടാവും. അതിന്റെ റീസൺ ആ മക്കൾക്ക് പല ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വരും. ഒന്ന് ഇത് തന്നെയാണ്, നിന്റെ ഉമ്മ എന്താ ഇങ്ങനെ. ഈ ചോദ്യം കേട്ട് വെറുത്ത് അവസാനം നീ നിന്റെ ഉമ്മാനെ ചെളിവാരി അടിച്ചതിന്റെ 10 ഇരട്ടി നിന്റെ മക്കൾ നിന്നെ ചെളിവാരി അടിക്കുന്ന ഒരു കാലമുണ്ടാവും. അതുണ്ടാവാതെ ഇരിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അതുണ്ടാവും എന്നതാണ് മറ്റൊരു വാസ്തവം. കാരണം നിന്റെ ഉമ്മാനെ നീ ചെളിവാരി അടിച്ചതുപോലെ ഒരു മക്കളും ഒരു ഉമ്മാനെയും ഒരു അച്ഛനെയും ഇതുപോലെ ചെളിവാരി അടിക്കത്തില്ല. നീ അമ്മാതിരി രീതിയിലാണ് വാരി അടിച്ചിട്ടുള്ളത്. അതിനുള്ള കർമ്മ എന്ന് പറയുന്ന സാധനം നിന്റെ ഈ ചോര തിളപ്പന്റെ പ്രായം കഴിയുമ്പോൾ നീ അനുഭവിക്കും. അത് കാത്തിരിക്കുക. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനത്തെ ഒരു മക്കളും ഒരു അപ്പനും അമ്മയ്ക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ.